ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 3 സമാന്തര വരകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സമാന്തര വരകൾ? നമ്മൾ കുറെ നിത്യജീവിതത്തിൽ കാണുന്നുണ്ട് സമാന്തരമായ വരകളൊക്കെ. ഒന്നാണ് നമുക്ക് റെയിൽവേ ട്രാക്കുകൾ പറയാം അല്ലെ, അതിന് ഈ രണ്ട് ട്രാക്കും സമാന്തര വരകളാണ്. ഇത് ഒന്നും എന്താണ് സമാന്തര വരകളായിട്ട് വെക്കാറുള്ളത് അല്ലെ. അതേപോലെ നമ്മളെ ക്രിക്കറ്റ് കളിക്കുമ്പോൾ സ്റ്റെമ്പുകളും അല്ലെ 3 സ്റ്റെമ്പ് വെക്കാറുണ്ട്, അതും എന്തൊരു സമാന്തര വരായിട്ടാണ് വെക്കാറുള്ളത്. അതേപോലെ ഓടുന്ന ട്രാക്ക് അല്ലെ, നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഓട്ടക്കാരനെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ഒളിമ്പിക്സ് വരാവും ചെയ്യാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ ഇവിടെ സമാന്തര വര ഈ ട്രാക്ക് ഒക്കെ വരച്ചിട്ടുള്ള. അതേപോലെ എസ്കലേറ്റർ കോണികളൊക്കെ അതിന്റെ ഒക്കെ എന്താണ് സമാന്തര വരയ്ക്ക് എക്സാമ്പിൾ ആണ്. ഇലക്ട്രിക് ലൈൻസ് അല്ലെ, അതൊക്കെ ഒരു എന്താണ് സമാന്തര വരകളാണ്. നമ്മൾ പാടത്ത് അല്ലെ, ഇത് നെൽക്കൊഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നെല്ല് ആക്കാൻ വേണ്ടി ചെയ്യുമ്പോഴും നമുക്ക് സമാന്തര വരകൾക്ക് ഉദാഹരണമായി കാണാൻ പറ്റും. നമ്മൾ സ്റ്റെയർകേസ് നമ്മൾ പറഞ്ഞു. ഇതൊക്കെ എന്ത് ചെയ്യാണ് ഒരു സമാന്തര വരയ്ക്ക് എന്താണ് ഉദാഹരണമായിട്ട് നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾ താഴെ നോട്ട്ബുക്കിൽ തന്നെ എഴുതിയ സമഭാഗം. ഞാനൊരു വര വരച്ചു, ഇതിന് മുകളിൽ ഒരു വരയും കൂടിയും ഞാൻ എന്ത് ചെയ്തു വരച്ചു. ഈ വരയുടെ നീളം അല്ലെ, ഇതിന്റെ നീളം അതേ നീളം തന്നെ ഞാൻ വീണ്ടും എന്ത് ചെയ്തു വരച്ചു. അപ്പൊ ഇതൊക്കെ ഒരു സമാന്തര വരകളാണ് നമ്മൾ വരയ്ക്കുന്നത് അല്ലെ. ഈ വരക്ക് സമാന്തര വരയാണ് ഇത് വരച്ചത്, ഈ വരക്ക് സമാന്തര വരയാണ് ഇവിടെ വരച്ചത്, ഈ വരക്ക് സമാന്തര വരയാണ് ഞാൻ ഇങ്ങോട്ട് വരച്ചത് അല്ലെ. അപ്പൊ വീണ്ടും ഞാനൊരു സമാന്തര വരകൾ അങ്ങനെ വരച്ചു. ഒരു സമാന്തര വരയും കൂടി ഞാൻ വരച്ചു. എന്നിട്ട് എന്ത് ചെയ്തു ഞാന് ഒരു ലൈന് ഇങ്ങനെ നീട്ടി അല്ലെ, ഒരു വര ഇങ്ങനെ നീട്ടി എന്ത് ചെയ്തു വരച്ചു. എന്നിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒരു എന്ത് ചെയ്തു ഓരോ വരകളും ഓരോന്നിനും എന്താണ് ഒരു സമാന്തര വരകളായിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അപ്പൊ ഈ വരക്കും ഈ വരന്റെ ഗ്യാപ്പ് ഒക്കെ എന്താണ് തുല്യ നീളം. അപ്പൊ തുല്യമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഈ വരന്റെ സമാന്തര വരയാണ് ഇത്, ഈ വര ഒക്കെ സമാന്തര വരകളായിട്ടാണ് ഞാൻ ഒരു വര വരച്ചു എന്നുള്ളൂ. ഇനി ഞാൻ ഈ ബിന്ദുവിൽ നിന്ന് അല്ലെ എന്ത് ചെയ്തു നീട്ടി ഇങ്ങനെ ചെരിച്ചൊരു വര വരക്കാൻ പോവാണ്. അപ്പൊ അവിടെ നിന്ന് എന്ത് ചെയ്തു ചെരിച്ചൊരു ഞാൻ എന്ത് ചെയ്തു വര വരച്ചു. ഈ ബിന്ദുവിന് എന്ത് ചെയ്തു ഈ കൂട്ടിമുട്ടിയ ബിന്ദുവിന് എ എന്ന് പേര് കൊടുത്തു. അതേപോലെ ഇവിടെ ബി എന്ന് പേര് കൊടുത്തു. അതേപോലെ ഇവിടെ സി എന്ന് പേര് കൊടുത്തു. അതേപോലെ എന്ത് കൊടുത്തു ഡി എന്ന് പേര് കൊടുത്തു. അതേപോലെ ഇ എന്ന് പേര് കൊടുത്തു. അതേപോലെ എന്ത് കൊടുത്തു എഫ് എന്ന പേരും കൊടുത്തു. ഇനി ഇതിന്ന് ഞാൻ ഒരു നീട്ടി താഴോട്ട് ഒരു വര വരച്ചു. എന്നിട്ട് നിങ്ങളുടെ നീട്ടി വരച്ച ഒരു ചെറിയൊരു എന്ത് ചെയ്തു മട്ടത്രികോണമാണ് വരുന്നത്. കാരണം ഇവിടെ ഉണ്ടാകുന്ന കോണളവ് എത്രയായിരിക്കും 90 ആണ്. അപ്പൊ ചെറിയൊരു ത്രികോണം കിട്ടും. അതൊന്ന് ഷെയ്ഡ് ചെയ്ത് വെച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു താഴോട്ട് നീട്ടി വരച്ച് എന്നിട്ട് ജി എന്ന പോയിന്റ് കൊടുത്ത് മട്ടത്രികോണം കിട്ടി. ഇനി ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനും നേരെ താഴോട്ട് ഒരു വര വരച്ച് എന്നിട്ട് ആ പോയിന്റിന് ഒരു എച്ച് എന്ന് പേര് കൊടുക്കാൻ പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോണേ ഇതിനെ താഴോട്ട് ഒരു എന്ത് ചെയ്താണ് ഒരു വര വരച്ച് അതിനുശേഷം അവിടെ ഒരു ബിന്ദുവിന് എന്ത് പേര് കൊടുത്തു ഒരു എച്ച് എന്ന പേരും കൊടുത്തു. അപ്പൊ വീണ്ടും നമുക്ക് ഒരു മട്ടത്രികോണം കിട്ടി അല്ലെ. ഇവിടെ എച്ച് എന്ന് കൊടുത്തപ്പോ ബി എച്ച് സി എന്നൊരു മട്ടത്രികോണം. ഇനി ഇതേപോലെ സി താഴോട്ടും എന്ത് ചെയ്താണ് ഞാനൊരു വര വരക്കാൻ പോവാണ്. അപ്പൊ ആ വര വരക്കുന്ന ആ ബിന്ദുവിനെ പേര് കൊടുക്കുകയാണ് ഐ എന്നാണ് ഞാൻ പേര് കൊടുക്കുന്നത്. അപ്പൊ ഐ എന്ന് അപ്പൊ അവിടെ എന്ത് കിട്ടി നമുക്കൊരു വീണ്ടും ഒരു മട്ടത്രികോണം കിട്ടി. ഇതേപോലെ എന്ത് ചെയ്യാൻ പോവാണ് ഡിയിൽ നിന്നും എന്ത് ചെയ്യാണ് താഴോട്ടും വീണ്ടും ഒരു വര വരക്കുകയാണ്. അപ്പൊ ആ വര മുട്ടിപിടിക്കുന്ന ജെ എന്നാണ് പേര് കൊടുക്കുന്നത്. അപ്പൊ ജെ എന്ന് പേര് കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യാം ആ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തു. ഇനി ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഇയിൽ നിന്ന് താഴോട്ടൊരു ഒരു വര വരക്കാം, ലംബമായിട്ട് വരക്കാം. അപ്പൊ വീണ്ടും എന്ത് ചെയ്തു ഒരു മട്ടത്രികോണാണ് വന്നത്. അപ്പൊ ഈ മട്ടത്രികോണത്തിന് പേര് ഒരു കെ എന്ന് പേര് കൊടുത്തു, എന്ന് ഷെയ്ഡ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി എ ജി ബി എന്നൊരു മട്ടത്രികോണവും ബി എച്ച് സി എന്നൊരു മട്ടത്രികോണവും സി ഐ ഡി എന്നൊരു മട്ടത്രികോണവും ഡി ജെ ഇ എന്നൊരു മട്ടത്രികോണവും ഇ കെ എഫ് എന്നൊരു മട്ടത്രികോണം കിട്ടി. നമുക്കറിയാം ഈ നീളം എ ജെയും ബി എച്ചും സി ഐയും ഡി ജെയും അല്ലെ ഇ കെ ഒക്കെ എന്താണ് തുല്യ നീളങ്ങളാണ്. കാരണം ഇതിന്റെ ഉയരങ്ങളൊക്കെ തുല്യാണ്. പിന്നെ എന്താ നോക്കുന്നത് ഈ ഇത് 90 ഡിഗ്രി ആണ് അല്ലെ, ഇത് 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതിനെതിരെ വരുന്ന വശങ്ങളെല്ലാം തുല്യമായിരിക്കും എന്ന് പറഞ്ഞാൽ എ ബിയും ബി സിയും സി ഡിയും ഡി ഇയും ഇ എഫും എന്തായിരിക്കും തുല്യ നീളങ്ങളായിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാം താഴെ നോട്ട്ബുക്ക് എടുക്കുക, എന്ത് എഴുതാം എന്താണ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്താണ് അല്ലെ ഒരേ
അകലം ഇടവിട്ടുള്ള സമാന്തര വരകൾ മറ്റേത് വരെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നേരത്തെ കണ്ടിരുന്നു അല്ലെ. അല്ലെ ഈ ത്രികോണം ഒക്കെ എന്താണ് ഒരു തുല്യ ത്രികോണങ്ങളായിട്ടാണ് വരുന്നത് അല്ലെ. കാരണം വശങ്ങളൊക്കെ തുല്യമായി മാറി. ഇതിൽ ഒരു മട്ട ത്രികോണങ്ങളാണ് എന്താ എ ബിയും അതേപോലെ അല്ലെ ആരൊക്കെ തുല്യമായത് ഇവിടെ. ഇപ്പൊ എന്ത് പറയാൻ പറ്റും നമുക്ക്, എ ബിയും അതേപോലെ ബി സിയും അതേപോലെ സി ഡിയും അതേപോലെ അല്ലെ സി ഡി കഴിഞ്ഞ പിന്നെ സി ഡി കഴിഞ്ഞ ഡിയും അതേപോലെ ഇ എഫും ഒക്കെ തുല്യമാണ് നമ്മൾ കണ്ടെത്തി. കാരണം എന്താ, അതൊക്കെ സമാന്തര വര തുല്യ നീളങ്ങളായിട്ട് മുറിക്കുമ്പോൾ കിട്ടുന്നതാണ്. ഇനി നമ്മൾ ഒരു 3 വര അല്ലെ 2 വര വരച്ചു. ഇത് രണ്ടും എന്താണ് ഒരു സമാന്തര വരകളാണ്. ഇതിനെന്ത് ചെയ്യാണ്, കുറെ സമാന്തര വരകൾ ഇങ്ങനെ വരക്കുകയാണ്. അപ്പൊ ഈ സമാന്തര വരക്ക് തുല്യമല്ല അടുത്ത സമാന്തര വരക്കണം. അടുത്ത തുല്യമല്ല ഇത് വരക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതിന് എ എന്ന് പേരെടുത്തു, ഇതിന് ബി എന്ന് എടുത്തു, ഇവിടെ സി എടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക്കായി ഇത് എ ആവുമല്ലോ. കാരണം എന്താ, ഈ നീളം തന്നെയാണ് ഇവിടെ വരുന്നത്, ഈ നീളം തന്നെയാണ് ഇത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് പറയാം, 3ഓ അതിലധികമോ സമാന്തര വരകൾ ഒരു വരയെ തുല്യമായി മുറിക്കുന്നുണ്ടെങ്കിൽ ഇത് വരയെ തുല്യമായി തന്നെ മുറിക്കും. ഈ ഏത് വരയും എന്താണ് തുല്യമായി തന്നെയാണ് മുറിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ തുല്യമായിട്ടാണ് അവരെന്ത് ചെയ്യണത്, മുറിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ 3ഓ അതിലധികം സമാന്തര വരകൾ ഒരു വരയെ തുല്യ ഭാഗമായി മുറിക്കുകയാണെങ്കിൽ ഏത് വരയും തുല്യ ഭാഗങ്ങൾ തന്നെയാണ് മുറിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ വര വരച്ചു കഴിഞ്ഞാലും ഇതിന് തുല്യ ഭാഗങ്ങളായി അല്ലെ, ഇവിടെ ഈ ഭാഗം ഇവിടെ ഒന്നാണ്, ഇവിടുത്തെ ഒന്നാണ്, ഇവിടുത്തെ ഒന്നാണ്, തുല്യ ഭാഗങ്ങളായിട്ടാണ് മുറിക്കുന്നത്. ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു 6 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ 3 തുല്യ ഭാഗങ്ങളാക്കണം, 3 സമഭാഗങ്ങളാക്കുക എന്ന് പറഞ്ഞു. ഇവിടെ 6 സെന്റിമീറ്റർ വര വരച്ചു, ഇതിനെ എന്ത് ചെയ്യണം, തുല്യ 3 ഭാഗങ്ങളാക്കണം. അപ്പൊ 6 സെന്റിമീറ്ററിനെ എങ്ങനെ തുല്യ 3 ഭാഗങ്ങളാക്കാന്ന് പറഞ്ഞാൽ 6നെ ആര് കൊണ്ട് ഹരിച്ചു നോക്കുക, 3നെ ഹരിച്ചു നോക്കുക. അപ്പൊ എത്ര കിട്ടും, 2. അപ്പൊ ഓരോന്നും 2 സെന്റിമീറ്റർ ആക്കി അടയാളപ്പെടുത്തിയാൽ പോരെ. അപ്പൊ ഞാനിവിടെ 2 സെന്റിമീറ്ററിലാക്കിയിട്ട് ഓരോന്നിനെയും മുറിച്ചു. ഇവിടെ 2 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ ഉണ്ട്. അപ്പൊ 3 തുല്യ ഭാഗങ്ങളാക്കി മുറിച്ചില്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്തതോ, 9 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിന് 3 അല്ലെ സമഭാഗങ്ങളാക്കുക എന്നാ പറഞ്ഞത്. അപ്പൊ 9നെ 3നെ ഹരിച്ചു നോക്കുക, എത്ര കിട്ടി, 3. അപ്പൊ എത്ര സെന്റിമീറ്റർ ആക്കി മുറിച്ചാൽ മതി, 3 സെന്റിമീറ്റർ ആക്കി. അപ്പൊ 9 സെന്റിമീറ്റർ എടുത്ത് അതിനെ കൃത്യമായിട്ട് 3 സെന്റിമീറ്റർ ആക്കി മുറിച്ചാൽ മതി. ആദ്യം 6 ആയിരുന്നു, അതിനെ 2 2 ആക്കിയിരുന്നു, പിന്നെ 9 ആയപ്പോ 3 3 എന്ന രീതിയിലേക്കാണ് മുറിച്ചത്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ചോദ്യം, 7 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ 3 തുല്യ അല്ലെ 3 സമഭാഗങ്ങളാക്കുക. അപ്പൊ 7/3 എന്ന് പറയുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ ഒരു പോയിന്റ് വരുന്നുണ്ട് അല്ലെ. ഒന്ന് അരിച്ചു നോക്കിയാലോ, എത്ര കിട്ടാണ്, 7നെ 3 അല്ലെ, 3 2 6 ശിഷ്ടം 1 പിന്നെ 0, 3 × 3 9 അല്ലെ, 0 പിന്നെയും പോയിക്കൊണ്ടിരിക്കും. അപ്പൊ പോയിന്റ് ഇടാൻ മറന്നിട്ടുണ്ട്, പോയിന്റ് ഇട്ടു, പിന്നെ 9 ശിഷ്ടം 10 പിന്നെ 3. ഈ 2.333 എന്ന രീതിയിലാണ് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്, എവിടെ നിൽക്കുന്നില്ല. അത് നമ്മൾ സ്കെയിൽ കിട്ടുന്നില്ല അല്ലെ. 2 ഇവിടെ നിന്നാൽ മാത്രം, ഇപ്പൊ 1.5 ഒക്കെ നമ്മുടെ സ്കെയിൽ കിട്ടുള്ളൂ. ഇവിടെ നോക്കി 7 അല്ലെ 3 കൊണ്ട് അരിച്ചപ്പോ 2 6 ഇങ്ങനെ 10 0 പോയിന്റ് ഇടാൻ മറന്നു പോയിരുന്നു, പോയിന്റ് ഇട്ടു, ഇങ്ങനെ പോയി. അപ്പൊ ഇത് ഒന്നും നിൽക്കുന്നില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു 7 സെന്റിമീറ്റർ വരെ നമുക്ക് കട്ട് ചെയ്ത് നിർത്താൻ കഴിയുന്നില്ല അല്ലെ. 7 സെന്റിമീറ്റർ വരെ കൃത്യമായിട്ട് 2.333 നമ്മൾ സ്കെയിൽ കിട്ടില്ല. അപ്പൊ അതിനെ എങ്ങനെ മുറിച്ചാമെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരു ചെരിച്ച് എന്ത് ചെയ്തു, ഒരു 6 സെന്റിമീറ്റർ വരച്ചു. 6നെ നമുക്ക് 3 ഭാഗങ്ങളാക്കാൻ പറ്റുമല്ലോ, തൊട്ട് മുമ്പ് പറഞ്ഞത്ര 2 2 വെച്ചിട്ട്. എന്നിട്ട് എന്ത് ചെയ്താ, ഈ വരയൊന്ന് യോജിപ്പിക്കുക. അപ്പൊ എന്താണ്, ഞാൻ അവിടെ എ ബി എന്ന് പേര് കൊടുക്കുകയാണ്, എന്നിട്ട് സി എന്ന് പേര്. അപ്പൊ ബി സി എന്നൊരു വര യോജിപ്പിച്ചു. ബി സിക്ക് സമാന്തരമായിട്ട് ഞാൻ ഇവിടെ ഒരു പിയും ക്യൂവും കൊടുക്കുകയാണ്. ക്യൂയിലൂടെ ഒരു സമാന്തര വര വരക്കാൻ പറ്റും, അതേപോലെ പിയിലൂടെയും സമാന്തര വര വരക്കാൻ പറ്റും. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഈ നീളവും ഈ നീളവും ഈ നീളവും തുല്യമായി എന്ത് ചെയ്തിട്ടുണ്ട്, ഭാഗിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. ഇനി ഇതേ മോഡലല്ല വേറെ നമുക്ക് വരക്കാൻ പറ്റും. എന്ത് ചെയ്താൽ മതി, ഈ 6 സെന്റിമീറ്ററിന് ആദ്യം താഴോട്ട് വരക്കുക, എന്നിട്ട് ഇതിനെ 6നെ തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുക, 2 2. എന്നിട്ട് അതിന് നേരെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിട്ട് ഇങ്ങനെ വരച്ചു പോവുക. എന്നിട്ട് കോമ്പസ് എടുത്തിട്ട് ഒരു 7 സെന്റിമീറ്റർ എടുത്തിട്ട് ഒരു ചാപണ്ട് വരക്കുക, ഇവിടെ മുട്ടുന്ന രീതിയിൽ. ഇത് എത്ര ആയിരിക്കും, 7. ഇങ്ങനെ നമുക്ക് വരക്കാൻ പറ്റും. നമ്മൾ ഇത് വരക്കണ എങ്ങനെയെന്ന് നമുക്കൊന്ന് കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഒരു 7 സെന്റിമീറ്റർ ഉള്ള ഒരു വര വരക്കുക. അതിനെന്ത് കൊടുക്കുക, എ ബി എന്ന് പേര് കൊടുക്കുക, 7 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ 7 സെന്റിമീറ്റർ എന്ന് അടയാളപ്പെടുത്തി ഇനി എന്ത് ചെയ്യാ, ഒരു
6 സെന്റിമീറ്റർ നീട്ടി വരക്കാം. എത്ര കോണളവ് എന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ കോണളവിൽ എന്ത് ചെയ്യാം, ഇത് നീട്ടി വരക്കാം. അവിടെ എന്ത് പേര് കൊടുക്കുക, ഒരു സി എന്നൊരു പോയിന്റും അടയാളപ്പെടുത്തി. എന്നിട്ട് അവിടെ എന്ത് ചെയ്യാം, 6 സെന്റിമീറ്ററിന് അടയാളപ്പെടുത്തുക. നമുക്ക് ഇനി 6 സെന്റിമീറ്ററിനെയാണ് 3 ഭാഗങ്ങളാക്കി മാറ്റേണ്ടത്. അപ്പൊ 6/3 എന്നാണ് 2 അല്ലെ. അപ്പൊ 2 സെന്റിമീറ്റർ വെച്ച് 3 കഷ്ണങ്ങളാക്കി മുറിക്കണം. അപ്പൊ എന്ത് ചെയ്തു, ആദ്യത്തെ 2 സെന്റിമീറ്റർ എടുത്ത് ഒരു ഡി എന്ന ബിന്ദു അടയാളപ്പെടുത്തി, അടുത്ത 2 സെന്റിമീറ്റർ എടുത്ത് ഇ എന്ന ബിന്ദു അടയാളപ്പെടുത്തി, അടുത്തത് എന്ത് ചെയ്തു, 2 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി ബി സി എന്ന വര എന്ത് ചെയ്തു, യോജിപ്പിച്ചു. ബി സി എന്ന വര എന്ത് ചെയ്തു, യോജിപ്പിച്ചു. ഇനി എന്ത് ചെയ്യാൻ, നമ്മൾ സമാന്തര വര വരക്കാൻ പോവാണ്. ബി സിന്റെ അല്ലെ എന്ന വശത്തിന്റെ സമാന്തരമായിട്ട് ഡിയിലൂടെയും ഒരു സമാന്തര വരക്കാണ്, ഇയിലൂടെയും വരക്കാൻ പോവുക. അപ്പൊ ആദ്യം ഞാൻ ഡിയിലൂടെയാണ് വരക്കാൻ പോകുന്നത്. അപ്പൊ സെറ്റ് സ്ക്വയർ എടുത്ത് എന്ത് ചെയ്തു, അല്ലെ ബി സിയിൽ വെച്ചു, ഡിയിലൂടെ എന്ത് ചെയ്തു, ഒരു സമാന്തര വര വരച്ചു. അതേപോലെ ഞാൻ എന്ത് ചെയ്തു, അല്ലെ ഇയിലൂടെയും എന്ത് ചെയ്തു, ഒരു സമാന്തര വര വരച്ചു. അപ്പൊ എന്ത് സംഭവിച്ചിപ്പോ, 7 സെന്റിമീറ്റർ ഒന്ന് വരയെ നമ്മൾ 3 തുല്യ ഭാഗങ്ങളാക്കി, അല്ലെ 3 സമഭാഗങ്ങളാക്കി നമ്മൾ മുറിച്ചു. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 4ാമത്തെ ക്വസ്റ്റ്യൻ, 10 സെന്റിമീറ്റർ നീളമുള്ള ഒരു വര വരച്ച് അതിനെ 3 സമഭാഗങ്ങളാക്കുക എന്നാണ്. അപ്പൊ 10നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടിയ പോയിന്റ് ആണ് നോക്കുക ആദ്യം. 3ന് കൃത്യമായിട്ട് വെട്ടാൻ പറ്റും. 3 × 3 9 10. ഇനി പോയിന്റ് 3 3 3 3 ഇങ്ങനെ പോവാണ്. അപ്പൊ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യേണ്ടി വരും. എന്ത് ചെയ്തു, ആദ്യം 10 സെന്റിമീറ്ററിന് ആദ്യം വരച്ചു, അല്ലെ എ ബി എന്ന് പേര് കൊടുത്തു. നമുക്ക് ഇഷ്ടമുള്ള അളവ് എടുക്കാം. ആണെങ്കിൽ 6 എടുക്കാം, ആണെങ്കിൽ 9 എടുക്കാം. അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. ഞാൻ വീണ്ടും ഇവിടെ 6 സെന്റിമീറ്റർ എടുത്തത് 6നെ 3 തുല്യ ഭാഗങ്ങളാക്കി മാറ്റി. അപ്പൊ 2 2 2. ആ പോയിന്റ് എന്ത് കൊടുത്തു, ഞാനൊരു സി എന്ന് വിളിച്ചു, അല്ലെ. അപ്പൊ നേരത്തെ വരച്ച പോലെ തന്നെയാണ് ബി സി എന്നൊരു വര വരച്ചു. ഈ ബി സിക്ക് സമാന്തരമായിട്ട് ഇതിലൂടെ ഒരു വര വരക്കുക, ഇതിലൂടെ വര വരക്കുക, അല്ലെ, വരച്ചു. ഇനി ഇത് ഇതേപോലെ വരക്കണം നിർബന്ധമൊന്നുമില്ല. നേരത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇതേപോലെ പറഞ്ഞ പോലെ എന്ത് ചെയ്യാ, വരക്കാനും പറ്റും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇതിനെ അല്ലെ 6 സെന്റിമീറ്റർ താഴെ വരച്ചു, ഇതിനെ നേരെ ലംബമായിട്ട് ഇങ്ങനെ വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, 10 സെന്റിമീറ്റർ ഇവിടെ വെച്ച് കോമ്പസ് എടുത്ത് ഇങ്ങോട്ട് ഒരു ചാപം വരക്കുക. അപ്പൊ എന്ത് ചെയ്യും, ഇങ്ങനെയും വരക്കാൻ പറ്റും. ഇത് എങ്ങനെയാണ് കറക്റ്റ് വരക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യാ, ഒരു 10 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക, അല്ലെ. അതിനെ എ എന്നും അതേപോലെ ബി എന്നും പേര് കൊടുക്കുക. അവിടെ 10 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ വരക്കുക. എത്ര സെന്റിമീറ്റർ എടുത്താൽ വരച്ചാൽ മതി, അല്ലെ. ഒരു 6 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. എന്നിട്ട് ആ ബിന്ദുവിന് എന്ത് കൊടുക്കുക, സി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് അവിടെ 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുക. ഇനി 6നെ നമുക്ക് 3 സമഭാഗങ്ങളാക്കാനാ പറഞ്ഞത്. അപ്പൊ 6നെ 3 സമഭാഗങ്ങളാക്കുമ്പോ 2 2 2 അല്ലെ, 6/3 2. അപ്പൊ 2 സെന്റിമീറ്റർ എടുത്തിട്ട് എന്ത് ചെയ്യുക, അടയാളപ്പെടുത്തുക. അപ്പൊ ഡി എന്ന് പേര് കൊടുത്തു, അതേപോലെ ഇ എന്ന് പേര് കൊടുത്തു. ഇനി അടുത്ത എന്താ, അല്ലെ ബി സി എന്ന വര എന്ത് ചെയ്യുക, യോജിപ്പിക്കുക. അപ്പൊ ബി സി എന്ന വര യോജിപ്പിച്ചു. ഇനി ബി സിക്ക് എന്ത് ചെയ്യണം, ഒരു സമാന്തര വര ഡിയിലൂടെയും അതേപോലെ ഇയിലൂടെയും വരക്കണം. അപ്പൊ സെറ്റ് സ്ക്വയർ ബി സിയിൽ വെച്ചു, സ്കെയിലും വെച്ച് എന്ത് ചെയ്തു, അല്ലെ ബി സി അല്ലെ ഡി കൂടെ എന്ത് ചെയ്തു, നമ്മൾ വരച്ചു. അതേപോലെ എന്ത് ചെയ്തു, ഇയിലൂടെയും നമ്മൾ എന്ത് ചെയ്തു, സമാന്തര വര വരച്ചു. അപ്പൊ എന്ത് കിട്ടി, 10 സെന്റിമീറ്റർ എന്ന വരയെ നമ്മൾ 3 അല്ലെ സമഭാഗങ്ങളാക്കി മാറ്റി, അല്ലെ. ഈ 1 2 3. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് 5ാമത്തെ ക്വസ്റ്റ്യൻ പറയണേ, 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരക്കുക. ഒരു സമഭുജ ത്രികോണം വരക്കാനാവാണ്. അപ്പൊ 10നെ നമുക്ക് വീണ്ടും നേരത്തെ വരച്ച അതേ സ്റ്റെപ്പ് തന്നെയാണ് പോകുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് എങ്ങനെ വരക്കാമെന്നൊന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, ഒരു 10 സെന്റിമീറ്റർ ഒരു വര വരക്കുക. അതിന് എ എന്നും ബി എന്നും പേര് കൊടുക്കുക. എന്നിട്ട് ഒരു വര നീട്ടി വരക്കുക. ഞാൻ ഒരു 6 സെന്റിമീറ്റർ ആണ് വര വരക്കുക. ഇനി 6 എടുക്കണം നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ 9 സെന്റിമീറ്റർ എടുക്കാം. അതിനെ തുല്യ 3 ഭാഗങ്ങളാക്കി. അപ്പൊ എത്ര ആയിരിക്കും, 2 2 ആക്കി 2. അപ്പൊ 6ന് 2 2 2. അപ്പൊ 2 സെന്റിമീറ്റർ ആക്കി മുറിച്ചു. ഇനി ഇത് 9 ആണെങ്കിൽ എത്ര വരിക, 9നെ 3 3 3 ആക്കി 6 മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അവിടെ 9 സെന്റിമീറ്റർ ആക്കുമ്പോ തുല്യ 3 ഭാഗങ്ങളാക്കുമ്പോ എത്ര വരും, അല്ലെ 3 3 3. ഇവിടെ എന്തിനാണ് നമ്മൾ തുല്യ 3 ഭാഗങ്ങളാക്കിയത്, നമ്മൾ ചോദിച്ച ക്വസ്റ്റിന് അല്ലെ ഒരു സമഭുജ ത്രികോണം വരക്കാൻ നമ്മൾ ചോദിച്ചത്. സമഭുജ ത്രികോണം എന്ന് പറയുമ്പോൾ 3 വശങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 3 വശങ്ങളാക്കി അത് മുറിച്ചത്. ഈ നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്താൽ മതി, ബി സി എന്നൊരു വര നീട്ടി വരക്കുക.
ഇനി ബി സിക്ക് സമാന്തരമായി ആര് വരക്കുക അല്ലെ, പിയിലൂടെയും ക്യൂയിലൂടെയും ഒരു സമാന്തര വരകൾ വരക്കുക. അപ്പൊ ഞാൻ ക്യൂയിലൂടെ ഒരു സമാന്തര വര വരച്ചു. അതേപോലെ എന്ത് ചെയ്തു, പിയിലൂടെയും എന്ത് ചെയ്തു, ഞാനൊരു സമാന്തര വര വരച്ചു. അപ്പൊ എന്ത് ചെയ്തു, എ സിയിലേക്ക് ഒരു പി ക്യൂ കൂടെ സമാന്തര വര വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത്, ഞാൻ ഈ സമാന്തര വര കൂട്ടിമുട്ടിയ ഒരു ഡി എന്ന് പേര് കൊടുത്തു. അതേപോലെ ഇവിടെ എന്ത് പേര് കൊടുത്തു, ഇ എന്ന പേര് കൊടുത്തു. ഇനി എ ഇ എന്ന നീളം ഞാൻ എന്ത് ചെയ്തു, കോമ്പസിൽ അളന്നെടുത്തു, അല്ലെങ്കിൽ ഇ ഡി എന്ന അളവ് അളന്നെടുത്ത് ഇയിൽ നിന്നൊരു അല്ലെ അർദ്ധവൃത്തം വരച്ചു, എയിൽ ടച്ച് ചെയ്യുന്നത് പോലെ. ഇനി ഇതേപോലെ ഡിയിൽ വെച്ച് ബിയിൽ നിന്നും ഒരു അർദ്ധവൃത്തം വരക്കുക. ഇനി എന്ത് ചെയ്യുക, അടുത്തത് ഈ കൂട്ടിമുട്ടിയ ബിന്ദു ഉണ്ടാവുമല്ലോ, അതിനൊരു പേര് കൊടുക്കുക, ഓ എന്ന പേര് കൊടുക്കുക. ഏത്, ഈ രണ്ട് അർദ്ധവൃത്തങ്ങളും കൂട്ടിമുട്ട ബിന്ദുവിന് ഓ എന്ന പേര് കൊടുക്കുക. ഇനി ഈ ഓയിൽ നിന്ന് ഇയിലേക്ക് ഒരു വര വരക്കുക, ഓയിൽ നിന്ന് ഡിയിലേക്കും എന്ത് ചെയ്യാം, ഒരു വര വരക്കുക. അപ്പൊ എന്ത് ചെയ്തിട്ടുണ്ട്, ഓയിൽ നിന്ന് ഡിയിലേക്ക് ഒരു വര അല്ലെ, ഓയിൽ നിന്ന് ഇയിലേക്ക് ഒരു വര വരച്ചു. അതിന് ഓയിൽ നിന്ന് ഡിയിലേക്കും എന്ത് ചെയ്തു, ഒരു വര വരച്ചു. ഇനി ആ ത്രികോണം, നമ്മൾ സമഭുജ ത്രികോണം വരച്ചു, അത് ഷെയ്ഡ് ചെയ്യുക നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മുടെ ബുക്കിൽ ഒരു ചിത്രം തന്ന ഈ രീതിയിലായിരുന്നു നമ്മളെ ബുക്കിൽ നമുക്ക് തന്നിട്ടുള്ളത് അല്ലെ. പേജ് നമ്പർ എത്രയായിരുന്നു, നമുക്ക് പേജ് നമ്പർ അല്ലെ 38 തന്നൊരു ചിത്രം ഇങ്ങനെയായിരുന്നു. ഇത് അല്ലാതെ വേറെ രീതിയിലും നമുക്ക് വരക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക, ഒരു 10 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. അതിനെന്ത് കൊടുക്കുക, എയും ബിയും എന്ന് പേര് കൊടുക്കുക. അവിടെ 10 സെന്റിമീറ്റർ. ഇനി ഒരു 6 സെന്റിമീറ്റർ നീട്ടി വരക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ, ഒരു മാറ്റമൊന്നുമില്ല. അല്ലെ, അപ്പൊ 6 സെന്റിമീറ്റർ, അതിന് ആ ബിന്ദുവിന് എന്ത് കൊടുത്തു, സി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് 2 സെന്റിമീറ്റർ ആക്കി എന്ത് ചെയ്തു, അടയാളപ്പെടുത്തി. ആ പോയിന്റിന് പിയും എന്ത് കൊടുത്തു, ക്യൂവും എന്ന് പേര് കൊടുത്തു. അടുത്ത സ്റ്റെപ്പ് എന്താ, ബി സി എന്നൊരു വര യോജിപ്പിക്കുക അല്ലെ. ബി സി എന്ന വര യോജിപ്പിച്ചു കഴിഞ്ഞാൽ ബി സിക്ക് സമാന്തരമായി ക്യൂയിലൂടെയും അതേപോലെ പിയിലൂടെയും ഒരു വര വരക്കുക. അപ്പൊ ബി സിക്ക് സമാന്തരമായി ക്യൂയിലൂടെ ഒരു വര വരച്ചു. അതേപോലെ ബി സിക്ക് സമാന്തരമായി എന്ത് ചെയ്യുക, പിയിലൂടെയും വരക്കുക. ഇനി നമ്മൾ ആ സമാന്തര വരകൾ കൂട്ടിമുട്ടിയ ഈ ബിന്ദുക്കൾ ഉണ്ടല്ലോ, ഡിയും ഇയും നമ്മൾ കഴിഞ്ഞ സെക്ഷൻ ചെയ്തത് അല്ലെ, അതേപോലെ അടയാളപ്പെടുത്തുക. ഇനിയാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇനി എന്ത് ചെയ്യുക, ഇ ഡി എന്ന നീളം അളന്നെടുക്കുക. എന്നിട്ടൊരു ചാപം താഴോട്ട് വരക്കുക. ഇയിൽ നിന്നാണ് വരയ്ക്കേണ്ടത്. അതേപോലെ ഡിയിൽ നിന്നും ചാപം വരക്കുക. ഈ രണ്ട് ചാപങ്ങളും കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് പേര് കൊടുക്കുക, എച്ച് എന്ന് പേരും കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇന്ന് എച്ചിലേക്ക് ഒരു ലൈൻ വരക്കുക, വര വരക്കുക. അതേപോലെ ഡിയിൽ നിന്ന് എച്ചിലേക്കും എന്ത് ചെയ്യുക, ഒരു വര വരക്കുക. എന്നിട്ട് അതെന്ത് ചെയ്യുക, ഷെയ്ഡ് ചെയ്യും. അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു സമഭുജ ത്രികോണം വരക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും സുഖം ഇതാണ് തോന്നുന്നു അല്ലെ. മറ്റേത് കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ പുതിയ ബുക്കിൽ ഈ രീതിയിലാണ് കണ്ടത്. ഈ രീതിയിലും നമുക്ക് എന്ത് ചെയ്യാം, വരക്കാൻ പറ്റും. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 6ാമത്തെ ക്വസ്റ്റ്യൻ. 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം വരക്കുക. അതെങ്ങനെ വരക്കാം നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമ്മൾ ചുറ്റളവാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്കറിയാം ചുറ്റളവ് കാണാനുള്ള സമവാക്യം അറിയാം. ചുറ്റളവ് സമം എന്താണ്, 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്, 10 ആണ്. അപ്പൊ 2 ഗുണം നീളം കൂട്ടണം വീതി. അപ്പൊ നീളം കൂട്ടണം വീതി സമം 10/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5. അപ്പൊ നീളവും വീതിയും എത്ര ആയിരിക്കണം അല്ലെ, 5 ആവുന്ന രീതിയിലാണ്. അപ്പൊ നേരത്തെ നമ്മൾ വരച്ച പോലെ ഇവിടെ എന്ത് ചെയ്താൽ 5 സെന്റിമീറ്റർ നീട്ടി വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 5/4 എടുത്ത് കട്ട് ചെയ്യാൻ പറ്റും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ 2 എടുത്ത് ഇങ്ങനെ വരച്ച് ഇവിടെ നമ്മൾ എന്താ കറക്റ്റ് എന്ത് ചെയ്യണം, ഇവിടെ 90 ഡിഗ്രി ആവുന്ന രീതിയിൽ ഒന്ന് വരക്കാം. അപ്പൊ ഇവിടെ എന്താ നമ്മൾ കാട്ടിക്കൂട്ടിയത്, ചുറ്റളവ് എത്രയാണ്, സമം 2 ഗുണിക്കണം നീളം കൂട്ടണം വീതിയാണ് ചുറ്റളവ്. അപ്പൊ 10 ചുറ്റളവ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട്. 10 സമം 2 ഗുണിക്കണം നീളം കൂട്ടണം വീതിയാണ്. അപ്പൊ നീളം കൂട്ടണം വീതി സമം ഈ 2ന് സമത്തിനപ്പുറം പോകുമ്പോ 10/2 സമം 5. അപ്പൊ നീളം കൂട്ടണം വീതി എന്നാണ് 5. ആ 5 ആണ് ഇങ്ങോട്ട് നിർത്തി എഴുതിയിട്ടുള്ളത്. ക്ലിയർ ആയല്ലോ. അപ്പൊ കറക്റ്റ് എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, ഒരു 5 സെന്റിമീറ്ററിൽ ഒരു വര വരക്കുക. അതിന് എയും ബി എന്നും പേര് കൊടുക്കുക.
അവിടെ 5 സെന്റിമീറ്റർ അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്യാം, 4 സെന്റിമീറ്റർ നീട്ടി വരക്കാം മുകളിലോട്ട്. നമുക്ക് എന്ത് ചെയ്യാണ്, സമചതുരാണ്, അതൊരു തുല്യ 2 ഭാഗങ്ങൾ വരച്ചാൽ മതി. അതിനെന്ത് ചെയ്യാം, 2 തുല്യ ഭാഗങ്ങളാക്കി മുറിക്കുക. അത് എത്രയാവും, 2 സെന്റിമീറ്റർ വെച്ച് മുറിച്ചു. അത് ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ കട്ട് ചെയ്തു അല്ലെ, സമഭാഗമാക്കി. അതിനൊരു ബിന്ദുവിനെ പി എന്ന് പേരും കൊടുത്തു. അപ്പൊ 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ. ഇനി എന്ത് ചെയ്യുക, ബി സി എന്നൊരു വര യോജിപ്പിക്കുക. ഈ ബി സിക്ക് സമാന്തരമായി പിയിലൂടെ ഒരു സമാന്തര വര വരക്കുക. അപ്പൊ സെറ്റ് സ്ക്വയർ വെച്ചു, എന്ത് ചെയ്തു, ബി സിയിൽ വെച്ചു, പിയിലൂടെ ഒരു സമാന്തരമായി വര വരച്ചു. ഇനി എന്ത് ചെയ്യുക, ബി ഡി, ഞാൻ രണ്ടും കൂടി കൂട്ടിമുട്ടിയ പിന്നെ ഡി എന്ന് പേര് കൊടുത്തു. നമുക്കറിയാം ഈ സമചതുരാണെങ്കിൽ 90 ഡിഗ്രി ആണ് നിർബന്ധമുണ്ട്. അതുകൊണ്ട് അല്ലെ ഈ ഡിയിലൂടെയും എന്ത് ചെയ്യുക, ഒരു ലംബം വരക്കുക. അതേപോലെ ബിയിലൂടെയും എന്ത് ചെയ്യുക, ഒരു ലംബം വരക്കുക. രണ്ടും കൂടി ലംബം വരച്ചു. ഇനി എന്ത് ചെയ്യുക, ബി ഡി അല്ലെങ്കിൽ എ ഡി എന്ന ലെങ്ത് എടുക്കുക. എന്നിട്ട് ഡിയിൽ നിന്ന് താഴോട്ടൊരു ചാപം വരക്കുക. ഏതാ വരയിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ വരച്ചാൽ മതി. ഏത്, എ ഡിയുടെ നീളം തന്നെ ആയിരിക്കണേ ചാപത്തിന്റെ. അതേപോലെ ബിയിൽ നിന്നും എന്ത് ചെയ്യുക, താഴോട്ട് വരക്കാം അല്ലെ. അപ്പൊ മറ്റേത് ടച്ച് ചെയ്യുന്ന ഇ എന്ന് പേര് കൊടുത്തു, ഇതിന് എന്ത് പേര് കൊടുക്കുക, എഫ് എന്ന പേരും കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, ഇതിന് എഫ് എന്നും പേര് കൊടുത്തു. ഇനി ഇ എഫ് എന്ന പേര് ആ വരി ആ ലൈൻ എന്ന് യോജിപ്പിച്ചു. അപ്പൊ ഡി ബി ഇ എഫ് എന്നൊരു സമചതുരം കിട്ടി. അതെന്ത് ചെയ്യുക, ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പേജ് നമ്പർ 39 ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? 11 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരക്കുക. അല്ലെ, നമുക്ക് വരക്കണ എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, ഒരു 11 സെന്റിമീറ്റർ ഒരു വര വരക്കുക. അതിന് എയും ബിയും എന്നൊന്ന് പേര് കൊടുക്കുക. എന്നിട്ട് ഒരു 6 സെന്റിമീറ്റർ തിരിച്ചു വരക്കുക. നേരത്തെ നമ്മൾ അല്ലെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെയാണ്. എന്നിട്ട് അതിന് സി എന്ന പേരും കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്യുക, 2 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 2, അപ്പൊ 3 ഡിവിഷൻ നടത്താൻ. കാരണം എന്താ, ഒരു സമഭുജ ത്രികോണ വരക്കാൻ പറഞ്ഞു. അപ്പൊ അതിന് പി എന്ന് പേര് കൊടുത്തു, അത് ക്യൂ എന്ന് കൊടുത്തു, അടുത്ത് 2. ഇനി എന്ത് ചെയ്യുക, ബി സി എന്നൊരു ലൈൻ അല്ല ഒരു വര യോജിപ്പിക്കുക. ഇനി എന്ത് ചെയ്യുക, ബി സിക്ക് സമാന്തരമായി ക്യൂയുടെയും പിയുടെയും വരക്കണം. അപ്പൊ ബി സിക്ക് സെറ്റ് സ്ക്വയർ വെച്ച് ഞാൻ ഇത് ക്യൂയിലൂടെ ഒരു സമാന്തര വര വരച്ചു. അതേപോലെ എന്ത് ചെയ്തു, ബി സിക്ക് അല്ലെ സമാന്തരമായിട്ട് എന്ത് ചെയ്തു, പിയിലൂടെയും സമാന്തര വര വരച്ചു. ഇനി ഞാൻ ഒന്നാമത്തെ സമാന്തര വര കൂട്ടിമുട്ടിന് ഡി എന്നും രണ്ടാമത്തിന് ഇ എന്നും പേര് കൊടുത്തു. ഇനി എ ഇ എന്ന് എടുത്തിട്ട് എന്ത് ചെയ്തു, ഒരു ചാപം താഴോട്ട് വരച്ചു. അതേപോലെ ഡി എന്നെടുത്ത് എന്ത് ചെയ്തു, ഒരു ചാപം വരച്ചു. ഈ 2 ചാപങ്ങളും കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് കൊടുത്തു, എച്ച് എന്ന് പേര് കൊടുത്തു. ഇനി ഇയിൽ നിന്ന് എച്ചിലേക്ക് എന്ത് ചെയ്യാം, നീട്ടി വരക്കാം. അതേപോലെ ഡിയിൽ നിന്നും എച്ചിലേക്ക് എന്ത് ചെയ്യാം, നീട്ടി വരക്കാം. അപ്പൊ അവിടെ ഒരു സമഭുജ ത്രികോണം കൈ കിട്ടി അല്ലെ. അതെന്ത് ചെയ്യാം, ഒന്ന് ഷെയ്ഡ് ചെയ്യാം. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ പോലെ അർദ്ധവൃത്തം വരച്ചിട്ടും ചെയ്യാൻ പറ്റും. ഞാനിവിടെ എന്ത് ചെയ്താണ്, ഇങ്ങനെയാണ് ചെയ്തത്. ഇതാണ് കുറച്ചുകൂടി നമുക്ക് എളുപ്പവും പെട്ടെന്ന് മനസ്സിലാകുന്നതും ഈ മോഡലാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 12 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരക്കുക. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം വരക്കുക. അപ്പൊ നമ്മൾ സമചതുരാണ് വരക്കാൻ പറഞ്ഞത്. തൊട്ട് നമ്മൾ എഴുതിയിരുന്നു, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു അല്ലെ, 10 സെന്റിമീറ്ററിൽ. അപ്പൊ അതേപോലെ തന്നെയാണ് ചുറ്റളവ് സമം എന്താണ്, 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി. അപ്പൊ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 15 സമം 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി. അപ്പൊ നീളം കൂട്ടണം വീതി സമം 15/2. 15/2 എന്ന് പറഞ്ഞാൽ 7.5. അപ്പൊ നീളവും വീതിയും എത്ര കിട്ടിയാൽ മതി, ഇപ്പോ 7.5. അപ്പൊ എന്താ ചെയ്തത്, ചുറ്റളവ് സമം 2 ഗുണിക്കണം നീളം കൂട്ടണം വീതി. ഇനി അപ്പൊ 15
സമം ചുറ്റളവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിങ്ങനെ 15 സമം 2 ഇൻറ്റു നീളം കൂട്ടണം വീതി. അപ്പൊ നീളം പ്ലസ് വീതി എന്ന് പറഞ്ഞാൽ 15നെ ബൈ 2, ഇവിടെ ഗുണിക്കണം 2 അങ്ങോട്ട് പോകുമ്പോൾ ഹരിക്കണം 2 ആയി. അപ്പൊ 15 ബൈ 2 എന്ന് പറഞ്ഞാൽ 7.5. അപ്പൊ നമ്മൾ നേരത്തെ പോലെ തന്നെ റഫ് ആയിട്ട് ഒന്ന് വരച്ചു നോക്കുകയാണെങ്കിൽ 7.5 ഇങ്ങോട്ട് വരച്ചു. പിന്നെ എന്ത് ചെയ്താൽ മതി, ഇങ്ങോട്ട് ഒരു 6 സെന്റിമീറ്റർ നീട്ടി വരച്ച് ഇങ്ങനെ രീതിയിൽ നമ്മൾ വരക്കുന്ന രീതിയാണ്. അപ്പൊ കറക്റ്റ് ആയിട്ട് എങ്ങനെ വരക്കാമെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യാം, 7.5 സെന്റിമീറ്റർ ഒരു വര വരക്കുക. അതിന് എ ബി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, 7.5 അടയാളപ്പെടുത്തി ഇനി ഒരു 6 സെന്റിമീറ്റർ നീട്ടി വരക്കുക. 6 അവർക്ക് ഇഷ്ടമുള്ള വരക്കാം. ഞാൻ ഇവിടെ 6 എടുക്കുന്നത്. ഞാൻ അവിടെ സി എന്നൊരു ബിന്ദു അടയാളപ്പെടുത്തി. ഇനി എന്ത് ചെയ്തു, ഞാൻ 2 ആയിട്ട് കഷ്ണം മുറിക്കണം. നമുക്ക് സമചതുരാണ് കിട്ടേണ്ടത്. അപ്പൊ പി എന്നൊരു ബിന്ദു അടയാളപ്പെടുത്തി അവിടെ 3, 3 വെച്ച്. ഇനി അടുത്തതാ ബി സി എന്നൊരു വര യോജിപ്പിച്ചു. ബി സിക്ക് സമാന്തരമായി പിയിലൂടെ വരക്കാൻ പോവാണ് സമാന്തര വര. അപ്പൊ സെറ്റ് സ്ക്വയർ ബി സിയിൽ വെച്ചു, പിയിലൂടെ എന്ത് ചെയ്തു, ഒരു സമാന്തര വര വരച്ചു. ഇനി ആ സമാന്തര വര കൂട്ടിമുട്ടിയ എ ബിക്ക് ഒരു ഡി എന്ന് പേര് കൊടുത്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് സ്ക്വയർ വെച്ച് എന്ത് ചെയ്യും, ഒരു ലംബം വരച്ചു. കാരണം എന്താ, സമചതുരത്തിന്റെ കോണിൽ 90 കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ ബിയിൽ വെച്ചിട്ടും ഒരു ലംബം വരച്ചു. ഇനി അടുത്തെന്താണ്, എ ഡി എന്ന നീളം കോമ്പസിൽ അളന്നെടുത്ത് ഡിയിൽ നിന്നൊരു ചാപം താഴോട്ട് വരക്കുകയാണ്. അപ്പൊ കോമ്പസിൽ അളന്നെടുത്തു, ഇനി ഡിയിൽ നിന്ന് ചാപം താഴോട്ട് വരച്ചു. ആ അവിടെ ഉണ്ടാകുന്ന ബിന്ദുവിന് എന്ത് പേര് കൊടുത്തു, ഇ എന്ന് ബിന്ദു പേര് കൊടുത്തു. അതേപോലെ ബിയിൽ നിന്നും താഴോട്ട് ചാപം വരച്ചു, അതിനെന്ത് പേരെടുത്തു, എഫ് എന്ന് പേരും കൊടുത്തു. ഇനി എന്ത് ചെയ്തു, ആ ഇ എഫും തമ്മിൽ എന്ത് ചെയ്യാം, യോജിപ്പിക്കാം. അപ്പൊ എന്ത് കിട്ടി, ഒരു സമചതുരം കിട്ടി. ഡി ബി ഇ എഫ് എന്നൊരു സമചതുരം കിട്ടി. അതെന്ത് ചെയ്യാം, ഒന്ന് ഷെയ്ഡ് ചെയ്യും. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ഹോംവർക്ക് ഏതാണ്, 20 സെന്റിമീറ്റർ ചുറ്റളവ് ഒരു സമചതുരം വരക്കുക, 13 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം വരക്കുക എന്ന് 2 ക്വസ്റ്റ്യൻ ഉണ്ട്. അതും കൂടി ഒന്ന് ചെയ്യാം. അപ്പൊ തൊട്ട് മുമ്പ് നമുക്ക് വേറെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏതായിരുന്നു ക്വസ്റ്റ്യൻസ് അല്ലെ, 10 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരകോണം വരക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, 15 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 12 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഭുജ ത്രികോണം വരക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, 20 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം വരക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ, 13 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമചതുരം വരക്കുക. അപ്പൊ 2 ക്വസ്റ്റ്യൻ ഒന്ന് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഇതിന് മുമ്പത്തെ 3 ക്വസ്റ്റ്യനും ഹോംവർക്കാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 20 സെന്റിമീറ്റർ ചുറ്റളവുള്ള ഒരു സമഷഡ്ഭുജം വരക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ വരക്കാമെന്ന് നമുക്ക് നോക്കാം അല്ലെ. നമുക്ക് ആദ്യം ഒറിജിനൽ ആയിട്ട് തന്നെ വരക്കാം. നേരത്തെ വരക്കുന്ന പോലെ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് വരക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മൾ റഫ് ആയിട്ട് വരക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ആദ്യം എന്ത് ചെയ്യാം, ഈ 10 സെന്റിമീറ്റർ ഒരു വര വരക്കുക, 20ന്റെ പകുതിയാക്കി എടുക്കുക. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് എ ബി എന്ന് പേര് കൊടുത്തു. പിന്നെ ഞാൻ എന്ത് ചെയ്യാം, ഒരു 9 സെന്റിമീറ്റർ നീട്ടി വരക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 3, ടോട്ടൽ 9 സെന്റിമീറ്റർ. ഇത് വര നീട്ടി യോജിപ്പിച്ചു. ഈ വര സമാന്തരമായി ഇങ്ങോട്ട് വരച്ചു, ഇങ്ങനെ വരച്ചു. ഇനി ഈ ബിന്ദു വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു വൃത്തം വരക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ നീളം എടുത്തിട്ട് ഇങ്ങോട്ട് ചാപം വരച്ചു, ഇങ്ങോട്ട് ചാപം വരച്ചു, ഇങ്ങോട്ട് ചാപം വരച്ചു, ഇവിടെ ചാപം വരച്ചു. ഇവ തമ്മിൽ എന്ത് ചെയ്തു, നമ്മള് ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ഒരു സമഷഡ്ഭുജമാണ്. ക്ലിയർ ആയല്ലോ. ആദ്യം എന്ത് ചെയ്തു, ഒരു 10 സെന്റിമീറ്റർ ഒരു വര വരക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് എ ബി എന്ന് പേര് കൊടുക്കുക. എന്നിട്ട് ഒരു 9 സെന്റിമീറ്റർ ഒരു വര മുകളിലോട്ട് വരക്കുക. വരച്ചല്ലോ. സി എന്നൊരു ബിന്ദു അടയാളപ്പെടുത്തി 9 സെന്റിമീറ്റർ മാർക്ക് ചെയ്തു. ഇനി ഈ 9നെ 3 തുല്യ ഭാഗങ്ങളാക്കാൻ പോകും. അപ്പൊ എത്ര, 3, 3, 3 ആണ്. അപ്പൊ ഒന്നാമത്തെ 3 സെന്റിമീറ്റർ പി എന്നും രണ്ടാമത്തെ 3 സെന്റിമീറ്ററിന് ക്യൂ എന്നും പേര് കൊടുത്തു. അടുത്ത് എന്ത് ചെയ്യാൻ പോണ്, ബി സി എന്നൊരു വര എന്ത് ചെയ്യാണ്, യോജിപ്പിക്കുക. ഈ ബി സിക്ക് സമാന്തരമായി ക്യൂയിലൂടെ ഒരു സമാന്തര വര വരക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് ബി സിക്ക് സമാന്തരമായി ക്യൂയിലൂടെ ഒരു സമാന്തര വര വരച്ചു. ഇതേപോലെ ബി സിക്ക് സമാന്തരമായി ഞാൻ പിയിലൂടെ എന്ത് ചെയ്തു, ഒരു സമാന്തര വര വരച്ചു. ഇനി എന്ത് ചെയ്യാ, ഈ സമാന്തരങ്ങൾ കൂട്ടിമുട്ടിയ ബിന്ദുവിന് ഡി എന്നും ഇ എന്നും പേര് കൊടുത്തു. നമ്മൾ ചോദ്യം പറഞ്ഞത് ഒരു സമഷഡ്ഭുജമാണ് നമ്മൾ കാണാൻ പറഞ്ഞത് അല്ലെ, വരക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിയിൽ കോമ്പസ് വെച്ച് ബി എന്നൊരു വൃത്തം വരക്കുക.
അപ്പൊ ഡിയും ബി ഇ കൂടെ കടന്നു പോകുന്ന നീളം. ആ നീളം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ എ എന്ന് നീളം എടുക്കാം, അല്ലെങ്കിൽ ഡി എന്ന് നീളം എടുക്കാം, ഡി ബി എന്ന് നീളം എടുക്കാം. അതൊക്കെ ഒക്കെ തുല്യ നീളങ്ങളായിട്ടാണ് മുറിച്ചത്. അപ്പൊ ഞാൻ എ ഇ എന്ന നീളം എടുത്ത് എന്ത് ചെയ്തു, കോമ്പസ് ഇയിൽ വെച്ച് എന്ത് ചെയ്തു, ഒരു വൃത്തം വരക്കാൻ പോവുകയാണ്. അപ്പൊ ഡി ബി എന്ന് വെച്ച് ഞാൻ എന്ത് ചെയ്തു, ഒരു വൃത്തം വരച്ചു. ഇനി അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ എയുടെ നീളം ഇയിൽ വെച്ച് ഇവിടെ ഒരു ചാപം വരക്കുകയാണ്. അതേപോലെ താഴോട്ട് ചാപം വരക്കുകയാണ്. ഈ ചാപം ഇങ്ങോട്ട് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ചാപങ്ങളൊക്കെ മുറിച്ചിങ്ങനെ കൊണ്ടുപോകണം. ആ വൃത്തത്തെ ഒരു തുല്യമായിട്ട് 6 ഇങ്ങനെ കഷ്ണം മുറിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ്. അപ്പൊ എന്ത് ചെയ്തു, അവിടെ ഈ നിന്ന് ആ ചാപം, അപ്പൊ എയുടെ നീളം തന്നെയാണ് ആ ബിന്ദുവിന് എന്ത് പേര് കൊടുത്തു, എസ് എന്ന് പേരും കൊടുത്തു. ഇനി ഈ നിന്ന് താഴോട്ട് ചാപം വരച്ചു, അതിനെന്ത് പേര് കൊടുത്തു, ടി എന്നും പേര് കൊടുത്തു. അതേപോലെ ഞാൻ അടുത്ത് എന്ത് ചെയ്യാണ്, ടിയിൽ നിന്നും ആ എ നീളം എടുത്തിട്ട് ഒരു ചാപം വരച്ചു. ആ ചാപത്തിന് അല്ലെ, ആ കൂട്ടിമുട്ടിയ ബിന്ദുവിന് എന്ത് പേര് കൊടുത്തു, ഞാൻ വി എന്ന് പേരും കൊടുത്തു. ഇനി വിയിൽ നിന്ന് അടുത്ത് വരയ്ക്കുമ്പോൾ അത് ബിയിലേക്കാണ് ടച്ച് ചെയ്യുന്നത്. പിന്നെ ഞാൻ പേര് കൊടുക്കേണ്ട ആവശ്യമില്ല, അവിടെ ബി തന്നെയാണ് ആയിക്കോട്ടെ. ഇനി അടുത്ത് ബിയിൽ നിന്നും മുകളിൽ ചാപം വരയ്ക്കുമ്പോൾ അവിടെ എന്താവും, യു ആവും. ഇനി അടുത്ത് വരച്ച ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ എത്തും, നമ്മള് എസിലേക്കാണ് എത്തുക. ഇനി എന്ത് ചെയ്താൽ മതി, ഈ ടി ഇയും വി ഇതൊക്കെ എന്ത് ചെയ്യാ, ഇല്ല ടി വിയും വി ബിയും ഇതൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു സമഷഡ്ഭുജം കിട്ടും. അപ്പൊ ഞാൻ ആദ്യം എന്ത് ചെയ്തു, ഇ ടി എന്ന് യോജിപ്പിച്ചു, അടുത്ത് ടി വി എന്ന് എന്ത് ചെയ്യാണ്, യോജിപ്പിക്കുകയാണ്. ഓരോന്നും യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു സമഷഡ്ഭുജം എന്ത് കിട്ടും, നമുക്ക് വരക്കാൻ കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ വരക്കുന്ന രീതി. അപ്പൊ എന്ത് ചെയ്തു, ഒരു 10 സെന്റിമീറ്റർ ഒരു വര വരച്ച് അതിനെ എന്ത് ചെയ്തു അല്ലെ, 9 സെന്റിമീറ്റർ 3 തുല്യ ഭാഗങ്ങളാക്കി ഡിയിലൂടെ ഒരു വൃത്തം വരച്ച് ആ വൃത്തത്തെ 6 തുല്യ കഷ്ണങ്ങളാക്കി മുറിച്ച് അങ്ങനെ ആ തുല്യ കഷ്ണങ്ങളൊക്കെ യോജിപ്പിച്ച് കഴിഞ്ഞ് കിട്ടുന്ന എന്താണ്, ഒരു സമഷഡ്ഭുജമാണ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അതോടുകൂടി നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് എന്തായി, കംപ്ലീറ്റ് ആയി.